ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ +1 കെമിസ്ട്രി മോഡലേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ നല്ലൊരു എക്സാം ആയിരുന്നു. കാരണം ക്രിസ്മസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം അങ്ങോട്ട് ഡിഫിക്കൽട്ടി ലെവലൊന്നും കൂട്ടിയിട്ടില്ല. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ട്. കാരണം ഒരെണ്ണം ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ വേറൊരെണ്ണം എടുക്കുന്നുള്ളൊരു ഇതിൽ എല്ലാത്തിൻ്റെയും ആൻസർ എഴുതിയിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം നല്ലൊരു എല്ലായിടത്തുനിന്നും ഒരു മിക്സ്ഡ് ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ എഴുതിയ ആൻസേഴ്സ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ അത് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, കാരണം ഞാൻ ആൻസർ കീ നോക്കിയിട്ടൊന്നുമില്ല പറയണത്. ജസ്റ്റ് ഞാൻ എഴുതിയ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റിംഗ് റിയേജൻ്റാണ് എഴുതിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ O2-. തേർഡ് ക്വസ്റ്റ്യൻ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. അതാണ് എനിക്ക് കിട്ടിയത്. കാരണം ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ സൈസാണ് അതിൻ്റെ കാരണം, പക്ഷേ ഇവിടെ റീസണായിട്ട് കൊടുത്തിരിക്കുന്നത് ചാർജാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. പിന്നെ ഇതിന് കോഞ്ചുഗേറ്റ് ആസിഡ് NH4+, അതേപോലെ ഗ്ലിസറോളിനെ സ്പെൻഡിലയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, അതാണ് എഴുതിയത്. ഇതിൻ്റെ മലയാളം വേർഷൻ. ഇത് പിന്നെ നമ്മുടെ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലെ ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ്. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ക്വസ്റ്റ്യനാണ്. അതും അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു നല്ല ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പിന്നെ ലിമിറ്റേഷൻ ഓഫ് ഒക്ടെറ്റ് റൂള് ഞാൻ എക്സ്പാൻഡഡ് ഒക്ടെറ്റ് റൂള്, പിന്നെ ഇൻകംപ്ലീറ്റ്, പിന്നെ നോബിൾ ഗ്യാസ് എന്തുകൊണ്ട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യണോ, അത് മൂന്നാണ് എഴുതിയത് കേട്ടോ. പിന്നെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പറയുമ്പോൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യണ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ് ഒക്കെയാണ്. ഇത് പിന്നെ വോള്യവും ഹീറ്റ് കപ്പാസിറ്റിയാണ് ഞാൻ എഴുതിയത് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് KC എക്സ്പ്രഷൻ എഴുതി. അതേപോലെ അപ്ലിക്കേഷന് ഒരു 3 ഉണ്ട് തോന്നുന്നു. ഞാനതിൽ എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള അതാണ് എഴുതിയത്. പിന്നെ ഇതിൽ നമുക്കൊന്ന് നോക്കിയാൽ കിട്ടണ തന്നെയാണ്. കാരണം ഇത് നമ്മൾ ഏകദേശം കാണുമ്പോൾ തന്നെ നമ്മൾ പലതും പഴയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ സിങ്കിൻ്റെ ഇത് മാറുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണെന്ന്. അതേപോലെ ഇത് കോമ്പിനേഷൻ റിയാക്ഷൻ, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, അതേപോലെ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ. പിന്നെ ഈ ഒരു സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞത് കണ്ടൻസ്ഡ് ഫോർമുല അതിൻ്റെ കറക്റ്റാണോ എന്ന് എനിക്ക് അത്ര അറിയില്ല. പക്ഷേ ബോണ്ട് ലൈൻ ഫോർമുല കറക്റ്റാണ്. ഞാൻ മറ്റേ എക്സ്പാൻഡഡ് ആയിട്ടുള്ളൊരു ഫോർമുല എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടൻസ്ഡ് ഫോർമുല എഴുതിയപ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നു. അത് എന്താണെന്നറിയില്ല. അടുത്തത് സോഹോഴ്സ് പ്രൊജക്ഷൻസ് ആണ് വരയ്ക്കാൻ ചോദിച്ചത്. പലരും ന്യൂമാനൊക്കെ ആയിരിക്കും പഠിച്ചത്, പക്ഷേ സോഹോഴ്സ് സിമ്പിൾ തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതെങ്ങനെയാണ് ബെൻസീന് ഈ 2 എണ്ണത്തിൽ നിന്ന് ഉണ്ടാവുന്നത്. ഫീനോളെന്ന് ഞാൻ സിങ്കിൻ്റെ ആ ഒരു റിയാക്ഷനാണ് എഴുതിയത്. ഈതയിൽ നിന്ന് മറ്റേ റെഡ് ഹോട്ട് ട്യൂബിലൂടെ കടത്തി വിട്ടിട്ട് 873 കെൽവിൻ, അതാണ് ഞാൻ എഴുതിയത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. പിന്നെ അതേപോലെ ഈ ഒരു ഇല്ലുസ്ട്രേറ്റ് ദ ലോ യൂസിങ് സ്യൂട്ടബിൾ കോമ്പൗണ്ട്സ് ഫ്രം എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പെയർ എടുക്കണോ 2 പെയർ എടുക്കണോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ 2ഉം ചെയ്തിട്ടുണ്ട്. NO2-യും NO-യും CO2-യും CO-യും ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ആ ഒരു പോസ്റ്റ്ലേറ്റ്സ് ആണ് റിസൾട്ട്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇത് പിന്നെ നമ്മുടെ 3ാമത്തെ പാഠം ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. അത് 3 നല്ല ഒരു ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അതേപോലെ സെയിം പാഠത്തു നിന്നുള്ള അടുത്ത ചോദ്യം. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം ഈ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു. പലരും അതിനെ അത്ര വെയിറ്റേജ് ഇല്ലാത്ത ഒരു ചാപ്റ്ററായിട്ട് കണക്കാക്കാറ്, പക്ഷേ എന്നാലും ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ലൂയിസ് സ്ട്രക്ചർ ഓഫ് ഓസോൺ മോളിക്യൂൾ ചോദിച്ചിട്ടുണ്ട്. അത് എഴുതിയിട്ടുണ്ട്. റെസൊണേറ്റിംഗ് സ്ട്രക്ചർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ചാർജ് മൈനസ് അങ്ങനെ ചില കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അത്ര മനസ്സിലായില്ല. പക്ഷേ ഞാൻ എഴുതി ഒരു മറ്റേ ΔG
ഈ ക്വസ്റ്റ്യൻ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇത് എന്ന് പറയുന്നത് മറ്റേ ഡെൽറ്റ ജി സിക്കൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആ ഇക്വേഷൻ വെച്ചിട്ടാണോ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതുതന്നെ ആയിരിക്കും. ഞാനൊരു ആൻസർ എഴുതിയിട്ട് കറക്റ്റാണോ അറിയില്ല. അടുത്തത് ഇതിനെ മൂന്നെണ്ണത്തിനെയും ഡിഫൈൻ ചെയ്യുക. അത് നമ്മൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് സ്ഥിരമായിട്ട് പഠിക്കുന്ന ഡെഫിനിഷൻസ് തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മുടെ അസിഡിക് മീഡിയത്തിൽ ഈ ഒരു റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതും ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വഴിയാണ്. അപ്പോൾ എനിക്ക് ഫൈനലായിട്ട് ഈ ഒരു ഇക്വേഷനാണ് കിട്ടിയത്. നിങ്ങൾക്കിത് കിട്ടിയതാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടൂ. അതേപോലെ ഇത് പിന്നെ നമ്മുടെ ഹെട്രോലിറ്റിക് ഫിഷനാണ്. അതിൻ്റെ പ്രൊഡക്റ്റ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് തരം ഫിഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കാർബോ കാറ്റയോൺ ആണ്. അപ്പോൾ അതിനെ എന്തൊക്കെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റാണ് അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഹൈപ്പർ കോൺജുഗേഷനും പ്ലസ് ഐ എഫക്റ്റുമാണ് എന്ന് തോന്നുന്നു ഞാനത് എഴുതിയത്. പിന്നെ ഈ ഒരു ഓർഗാനിക്കിൻ്റെ ഹൈഡ്രോ കാർബണിൻ്റെ ക്വസ്റ്റ്യൻ അത് ഞാൻ പഠിച്ചതായിരുന്നു, പക്ഷേ അവിടെ എത്തിയപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ട് പിന്നെ ഞാൻ അത്യാവശ്യം ഈ ഒരു സെക്ഷനിൽ വേറെ ക്വസ്റ്റ്യൻസൊക്കെ എഴുതിയതുകൊണ്ട് ഇത് ഞാൻ വിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹക്കൽസ് റൂൾ എഴുതിയിട്ടുണ്ട്, മറ്റേ ആരോമാറ്റിസിറ്റി കണ്ടുപിടിക്കണേ. ഇതിലെങ്കിൽ ബിയും സിയും ആണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആയിട്ട് കിട്ടിയത്. അടുത്തത് ലാസ്റ്റ് സെഷൻ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ വീണ്ടും സെക്കൻഡ് യൂണിറ്റാണ്. ലിമിറ്റേഷൻ ഓഫ് ബോർ മോഡൽ, ഡിഫൈൻ ഓർബിറ്റൽ, സ്കെച്ച് ബൗണ്ടറി സർഫസ് ഓഫ് 3D ഓർബിറ്റൽസ്. ഈ ഓർബിറ്റലൊക്കെ സ്വയം ഒരു എൻ്റെ ഓൺ വേർഡ്സിലാണ് ഡിഫൈൻ ചെയ്തത്. ദ സ്പേസ് വേർ വി ക്യാൻ ഫൈൻഡ് ഇലക്ട്രോൺസ് മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെയൊക്കെയാണ് എഴുതിയത്. മാർക്ക് ഫുൾ ഇട്ടൊന്നും അറിയില്ല. അതേപോലെ 3D ഓർബിറ്റൽസിന് എനിക്ക് മറ്റേ എക്സ് ആക്സിസ് വൈ ആക്സിസ് അതൊക്കെ വരയ്ക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിലൊരു ചെറിയൊരു സംശയമുണ്ട്. പിന്നെ ഈ ഒരു സെഷൻ ഇതിലെനിക്ക് ഈ ഒരു ലസൈൻസ് ടെസ്റ്റിൻ്റെ ആ ഒരു സംഭവം ഞാൻ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പ്യൂരിഫിക്കേഷൻ അങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെ ഇത് എനിക്ക് കിട്ടിയത് ഇതൊരു ബേസിക് സോൾട്ട്, അതേപോലെ ഇത് ബേസിക് സോൾട്ട്, ഇത് അസിഡിക് സോൾട്ട്, ഇത് ഒരു ആംഫോട്ടറിക് സോൾട്ട്, ഇത് ന്യൂട്രൽ സോൾട്ട്, ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ആൻറ്റിലോഗ് എടുക്കണ ഒരു കേസാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ആൻറ്റിലോഗ് എന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ആൻറ്റിലോഗ് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. അതേപോലെ ഇത് പിന്നെ നമ്മുടെ HSLO, അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് ബോൺ ഹെർബർ സൈക്കിൾ, അതെല്ലാവരും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ N20 O20 മോളിക്കുലർ ഓർബിറ്റൽ തിയറി അത് വെച്ചിട്ടുള്ള ഒരു നമ്മൾ സിഗ്മ സ്റ്റാർ 1s2 അങ്ങനെ വെച്ച് എഴുതില്ലേ, ആ ഒരു സംഭവം വെച്ചിട്ടുള്ള അതിൻ്റെ പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ സ്റ്റേബിൾ ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ആക്ടിവിറ്റിയാണ്. അത് നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ കെമിസ്ട്രി എക്സാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. മോഡൽ എക്സാമിനും ഇതേപോലത്തെയൊക്കെ മോഡൽ വന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ മാത്സ് എക്സാമാണ്. ഈ കെമിസ്ട്രീനെയും കാട്ടി കുറച്ചുകൂടി ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് മാത്സ്. അതേപോലെ ഞാൻ പല ചാപ്റ്റേഴ്സും പഠിച്ചിട്ടില്ല. കാരണം ആ ഒരു ഇടയിൽ ഒരു സെക്കൻഡ് ടേമിലത്തെ ചില ചാപ്റ്റേഴ്സൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കാനുണ്ട്. പിന്നെ പഠിച്ച ചാപ്റ്റേഴ്സ് കുറേയൊക്കെ മറന്നുപോയിട്ടുണ്ട്, അത് റിവൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ ടൈം തികയുമെന്നൊന്നും അറിയില്ല, അപ്പോൾ നോക്കാം. അപ്പോൾ നാളത്തെ എക്സാമിൻ റിവ്യൂ ആയിട്ട് നാളെ കാണാം. ബൈ.